ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത് നമ്മൾ പറഞ്ഞതിന് അതിൽ ഹൈബ്രിഡ് വെറൈറ്റീസാണ്. ഹൈബ്രിഡ് വെറൈറ്റീസിൽ വരുന്നതാണ് ടി ആൻഡ് ടി. ഇപ്പോൾ ടി എന്ന് പറഞ്ഞാൽ മാതാവ് എന്താ പറയുക ടാൾ വെറൈറ്റീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ടാൾ വെറൈറ്റീസും അതേപോലെ തന്നെ പിതൃസസ്യമായിട്ട് വരുന്നത് എന്താ പറയുക കുള്ളൻ വെറൈറ്റീസും. ഇത് രണ്ടിനെയും ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ പോളിനേഷൻ ചെയ്തിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന തൈകളാണ് ടി തൈകൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് തൈകൾ. ടി ഇനത്തിൽപ്പെട്ട തെങ്ങുകളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഏകദേശം ഒരു 3 to 4 years കൊണ്ട് കായ്ക്കും, പെട്ടെന്ന് കായ്ക്കും. ഹൈ ഈൽഡാണ്. കൂടുതൽ ഇതിന്ന് എന്താ പറയുക ഈ രണ്ട് തെങ്ങും ക്രോസ് ആയിട്ട് ഉണ്ടാക്കണമെന്ന് തന്നെ ഈ ചെറിയ കുള്ളൻ തെങ്ങിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ കായ്ഫലം കൂടുതലും, വലിയ തെങ്ങിൻ്റെ കുറച്ച് എന്താ വെച്ചാൽ മാതൃസസ്യമായ എന്താ പറയുക ടാൾ വെറൈറ്റീൻ്റെ കുറച്ചും കൂടി ഉയരമുള്ളൊരു ടെൻഡൻസി ഇതിന് ഉണ്ടാവും. അപ്പോൾ തന്നെ അത്യാവശ്യം നമുക്കൊരു 140+ അല്ലെങ്കിൽ 200 മുകളിൽ 200, 250 ഒക്കെ തേങ്ങ ഇതിൽ നിന്ന് കിട്ടുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേ ബി 300-ന് മുകളിൽ എന്താ പറയുക നട്ട്സ് ഇതിൽ നിന്ന് പെർ ഇയർ കിട്ടിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തടി കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. 50 to 60 വയസ്സ്, 60 വർഷം വരെ ഇതിന് ലൈഫ് സ്പാൻ ആയുസ് ഉണ്ടാവും. അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗുണങ്ങൾ. റോട്ട് റെസിസ്റ്റൻസ്, വരൾച്ചന ഒന്നും കൂടി റെസിസ്റ്റൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ കീടബാധ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒന്നും കൂടി ബെറ്ററായിട്ട് പ്രതിരോധിക്കാനായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പുറക്കും അതുപോലെ തന്നെ എണ്ണക്കും വളരെ ബെസ്റ്റായിട്ടുള്ളൊരു ഒരു തേങ്ങയാണ് ടി നട്ട്സുകൾ. ഏകദേശം ഒരു തേങ്ങയിൽ നിന്ന് 190 gram എന്താ പറയുക കൊപ്രയും അതേപോലെ തന്നെ 67%, 67% ഓയിലും ഇതിൽ നിന്ന് കിട്ടും എന്നാണ് ഇതിൻ്റെ വേറൊരു ഗുണം. ടി ഇനത്തിൽ നമുക്ക് മെയിൻലി വരുന്ന വെറൈറ്റികളാണ് കേരസങ്കര, കേരശ്രീ, കേരസൗഭാഗ്യ, കേരഗംഗ, ചന്ദ്രലക്ഷ, അനന്തഗംഗ. പിന്നെ ഈ ഒരു വെറൈറ്റീസൊക്കെ നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസാണ് ടിയിൽ. ഇതിലിപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ലക്ഷഗംഗ, ഇതിൻ്റെ മാതൃവൃക്ഷം എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പിതൃവൃക്ഷം ഗംഗാബോണ്ടം എന്ന് പറയുന്ന കുള്ളൻ വെറൈറ്റിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി പോളിനേഷൻ ചെയ്തിട്ടാണ് ടി ലക്ഷഗംഗ ഇതിൽ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ കേരസങ്കര, അത് WCT സ്റ്റാൾ എന്ന നാടൻ വെറൈറ്റിയും ആണ് അതിൻ്റെ മാതൃവൃക്ഷമായിട്ട് വരിക. അതേപോലെ തന്നെ പിതൃവൃക്ഷമായിട്ട് ചാവക്കാട് ഓറഞ്ച് ഡോർഫ്, ഇത് രണ്ടും കൂടി പോളിനേഷൻ ചെയ്തിട്ടാണ് കേരസങ്കര എന്ന് പറഞ്ഞാൽ തെങ്ങ് വികസിപ്പിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ കേരശ്രീ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തരംഗമായ ഒരു തെങ്ങാണ് കേരശ്രീ. WCT അതേപോലെ എന്ന് വെച്ചാൽ വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന ടോൾ വെറൈറ്റിയിലും അതേപോലെ തന്നെ മലയൻ യെല്ലോ ഡോർഫും പാടെ പോളിനേഷൻ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഈൽഡ് കിട്ടുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ്. അടുത്തൊരു വെറൈറ്റിയാണ് കേരള സൗഭാഗ്യ. ഇപ്പം കേരള സൗഭാഗ്യ എന്ന് പറഞ്ഞാൽ ടി തെങ്ങുകൾ ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം WCT വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന നാടൻ വെറൈറ്റി മാതൃവൃക്ഷമായിക്കാണ്ടും അതേപോലെ തന്നെ SS പിതൃവൃക്ഷമായിക്കാണ്ടാണ് വരിക. ഇപ്പോൾ SS എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അപ്പം കാർഷിക വകുപ്പുകളിൽ അംഗീകരിച്ച ഒരു നാളികേര ഫാമാണ് ഈ SS എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നല്ല അത്യുൽപാദന ശേഷിയുള്ള എന്താ പറയുക തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല മാതൃസസ്യം ഉണ്ടാവും. അപ്പോൾ അതിനെ എന്താ പറയുക ക്രോസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേരള സൗഭാഗ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ ലക്ഷ, അതേപോലെ അനന്തഗംഗ, ഇത് ലക്ഷഗംഗ, കേരസങ്കര, കേരശ്രീ, കേരള സൗഭാഗ്യ, കേരഗംഗ, ചന്ദ്രലക്ഷ, അനന്തഗംഗ, ഇതൊക്കെ ടി ഇനത്തിൽപ്പെട്ട തെങ്ങും തൈകളാണ്. അതിൽ കേരസങ്കര, കേരശ്രീ, കേരള സൗഭാഗ്യ ഇനങ്ങൾ മോർ ദാൻ 200 നട്ട്സ് പെർ ഇയർ കിട്ടുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല ഇനങ്ങളിൽ പെട്ടതാണ് ഈ 3 വെറൈറ്റികളും. അടുത്തതിന് നമ്മൾ പറയുന്നത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ടി വെറൈറ്റീനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ടി ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടി വെറൈറ്റീനെ പറ്റിയിട്ടാണ്. ടി വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടി വെറൈറ്റീൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് ഇവിടെ സംഭവിക്കുക. മാതൃസസ്യമായിട്ട് വരുന്നത് കുള്ളനും പിതൃസസ്യമായിട്ട് വരുന്നത് ടോൾ വെറൈറ്റിയും. നേരത്തെ നമ്മൾ പറഞ്ഞ മാതൃസസ്യമായിട്ട് വരുന്നത് ടോൾ വെറൈറ്റിയും അതേപോലെ തന്നെ പിതൃസസ്യമായിട്ട് വരുന്നത് കുള്ളനാണ്. ഇതിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുക. അപ്പോൾ ടി ഇതങ്ങനെ പ്രത്യേകിച്ചുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഏകദേശം ചെറിയ ഇടത്തരം മരമായിട്ടാണ് ഇത് വരിക. ലൈഫ് സ്പാൻ ഏകദേശം 40 to 60 വയസ്സ് വരെ, 2.5 വർഷം to 3 വർഷത്തിനുള്ളിൽ ഇത് കായ്ഫലം കിട്ടും, നമുക്ക് തിരിച്ച് കിട്ടും. പ്രതിവർഷം നോക്കുകയാണെങ്കിൽ ടിയിൽ പറഞ്ഞ പോലെ തന്നെ 140+ തെങ്ങുകൾ ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കൊപ്രക്കും അതേപോലെ തന്നെ ഓയിലിനും ഒക്കെ ബെസ്റ്റാണ്. ഓൾസോ തേങ്ങ വെള്ളത്തിനും കൂടി ഇത് ബെറ്ററാണ്. അതാണ് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്. ഇതിൽ വരുന്ന വെറൈറ്റീസ് ഇപ്പം ചന്ദ്രശങ്കര, പിന്നെ കൽപ്പസങ്കര, കൽപ്പശ്രേഷ്ഠ, ടി സമ്പൂർണ്ണ, ഇതൊക്കെയാണ് ഇതിൽ വരുന്ന വെറൈറ്റീസ്. ഇപ്പോൾ ഈ ചന്ദ്രസങ്കരയ്ക്ക് ആണെങ്കിൽ ഇപ്പം മാതാവ് ചാവക്കാട് കുള്ളൻ ഓറഞ്ചാണ്. വെസ്റ്റ് കോസ്റ്റ് ടോള് അതിൻ്റെ എന്താ പിതൃസസ്യമായിട്ടും വരും. കൽപ്പസങ്കര ആണെങ്കിൽ ചാവക്കാട് ഗ്രീൻ ഡോർഫാണ് അതിൻ്റെ മാതാവായിട്ട് വരിക. WCT അതിൻ്റെ പിതൃസസ്യമായിട്ട് വരും. കൽപ്പശ്രേഷ്ഠ ഒരു ഇനം അതിൽ മൂന്നാമത് വരുന്നുണ്ട്. അതിൽ മലയൻ യെല്ലോ ഡോർഫാണ് അതിൻ്റെ മാതൃസസ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. തിപ്റ്റു ടാളറിന് ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പിതൃസസ്യമായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ടി സമ്പൂർണ്ണ, അത് 4ാമത് വരുന്നൊരു വെറൈറ്റി.
ഇതിലും കൽപ്പശ്രേഷ്ഠ ഏറ്റവും നല്ലൊരു ഇനമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഈൽഡ് കിട്ടണമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 വട്ട തെങ്ങുകളെ പറ്റി നമ്മൾ പറഞ്ഞു. ടാൾ വെറൈറ്റി, ഡോർഫ് വെറൈറ്റീസ്, ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട T&D ആൻഡ് D&D. ഇപ്പോൾ ഇത് ഒരു T&D ഇനത്തിൽപ്പെട്ട കേരസങ്കര, ഇപ്പം നമ്മൾ മുണ്ടേരി കാർഷിക നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ച 2 വർഷം മുന്നേ വാങ്ങിച്ചു വെച്ച ഒരു പ്ലാന്റാണ് ഇത്. കേരസങ്കര ഇനത്തിൽപ്പെട്ട T&D തെങ്ങ് തന്നെയാണ്. ഏകദേശം 2 വർഷമായി. അത്യാവശ്യം വളർച്ച ഉള്ളതും നമ്മൾ വേറെയും തെങ്ങുകളുണ്ട്, പക്ഷേ അതിൽ കുറച്ച് വളർച്ച കുറവെല്ലാം ഉണ്ട്, നല്ല വളർച്ച ഉള്ളതും ഉണ്ട്. ഈ 3 വെറൈറ്റിയിൽ ഇപ്പം സ്ഥല സൗകര്യങ്ങൾ കൂടുതലുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കുറച്ച് കൂടുതൽ സമയമായാലും കുഴപ്പമില്ല. അതേപോലെ തന്നെ കൂടുതൽ സ്ഥലമുണ്ട്, ഇപ്പോൾ ഒരു 6-7-8 വർഷം കാത്തിരുന്നാലും കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്ക് ടാൾ വെറൈറ്റി സെലക്ട് ചെയ്യാം. ബെറ്റർ ലൈഫ് സ്പാൻ കിട്ടും. 100 വർഷം വരെ നിൽക്കുന്നതാണ് ഈ ടാൾ വെറൈറ്റീസ്. അത്യാവശ്യം ഈൽഡ് കിട്ടും. നല്ല സെൽഫ് കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ട് നമുക്ക് ഈൽഡ് വാങ്ങി കിട്ടും. സ്ഥല സൗകര്യം കുറവില്ലല്ലോആണ്, കുറഞ്ഞ സ്ഥലം. ഇപ്പോൾ വീടിൻ്റെ പരിസരത്ത് അധികം സ്ഥലമൊന്നും ഇല്ലാത്ത സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡോർഫ് വെറൈറ്റീസ് വെക്കാൻ പറ്റും. കാരണം കുറഞ്ഞ സ്ഥലം മതി. കുഴിയായാലും ഒക്കെ ഇത് നടാനായാലും ഒക്കെ അതിന് കുറഞ്ഞ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മതി. കുറച്ചും കൂടിയും അത്യാവശ്യം സ്ഥലമുണ്ട്, എനിക്ക് കൂടുതൽ ഈൽഡ് വേണം, ഒരു 50-60 വർഷമൊക്കെ ലൈഫ് സ്പാൻ കിട്ടുന്ന തെങ്ങുകൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് T&D പ്രിഫർ ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് കൊമ്പൻ ചെല്ലിയുടെ അറ്റാക്ക്. അത് പൊതുവെ ഈ കുള്ളൻ ഡോർഫിനത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഈ തൂമ്പിന് മധുര കൂടുതലുള്ള കാരണം കൊണ്ട് കൊമ്പൻ ചെല്ലി ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് ഡോർഫിനത്തിലും അതുപോലെ കുള്ളൻ ഇനത്തിലുമാണ്. നാടൻ തെങ്ങിനും ഹൈബ്രിഡിനായ T&Dയും ഇല്ല എന്നല്ല, പക്ഷേ വളരെ കുറവാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇത്രയും വെറൈറ്റീസ് നമുക്കിപ്പം ഇന്ന് നഴ്സറികളിൽ പോയാലും അല്ലെങ്കിൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പോയാലും ഒക്കെ ഇതിൽ അവൈലബിലിറ്റി ഉണ്ട്. സൗകര്യം കുറവില്ലവർക്ക് കുള്ളൻ തെങ്ങ് പ്രിഫർ ചെയ്യാം. അതേപോലെ തേങ്ങ കൂടുതൽ വേണം, അല്ലെങ്കിൽ എനിക്ക് ഈൽഡ് കൂടുതൽ വേണം, അത്യാവശ്യം ലൈഫ് സ്പാൻ വേണം, അത്യാവശ്യം എന്താ പറയുക കൊപ്രക്കും ഓയിലിനും ഏറ്റവും നല്ല തേങ്ങ വേണം, അങ്ങനെ എല്ലാ ആൾക്കാർക്ക് T&D തിരിയാൻ പറ്റും. സോ ഈ 3 വെറൈറ്റീസ് ആണെന്ന് കേരളത്തിൽ അവൈലബിലിറ്റിയിൽ ഇത് തൈ വേണമെന്നുള്ളത് ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്.